എന്താണ് നോർക്ക ഇൻഷുറൻസ് പദ്ധതി? പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ സുരക്ഷയും അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷയും ഉറപ്പുവരുത്തുന്ന നോർക്ക റൂട്ട്സ് അവതരിപ്പിക്കുന്ന ഒരു ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ. നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസിൻ്റെ പദ്ധതിയിൽ അംഗമാകാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്? പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ നോർക്ക റൂട്ട്സ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, അതായത് നോർക്ക കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അംഗമായി ചേരാൻ പറ്റും. ഓക്കെ. എന്ന് മുതലാണ് പുതിയതായിട്ട് അംഗങ്ങളാകാൻ പറ്റുന്നത് ഈ പദ്ധതിയിൽ? ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം 2026 മാർച്ച് 12 നടന്നിട്ടുണ്ടെങ്കിലും അതൊരു മാസ കാലാവധി നമുക്ക് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു നോർക്ക കാർഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയപരിധി കഴിഞ്ഞ ശേഷം പലർക്കും അതിൽ എൻറോൾ ചെയ്യാൻ പറ്റിയില്ല, അവർക്കൊന്നും നമുക്ക് ഈ പ്ലാനിൽ അംഗങ്ങളാകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ 2026 ഓഗസ്റ്റ് 18-ാം തീയതി, അടുത്ത 18-ാം തീയതി വീണ്ടും അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ മുഖ്യമന്ത്രി അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു മാസ കാലാവധി ഉണ്ടാവും. സെപ്റ്റംബർ 18 വരെ ആൾക്ക് നോർക്ക കാർഡ് എടുക്കാൻ, അതിൽ എൻറോൾ ചെയ്യാനും പറ്റും. ഓക്കെ. കുടുംബത്തിലെ ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ ചേരാൻ പറ്റുന്നത്? ഇതിൽ ഈ നോർക്ക കാർഡുള്ള ഈ അംഗത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്, പിന്നെ നമ്മുടെ 2 കുട്ടികൾക്ക്, അവരുടെ 2 പേരുടെ ഭാര്യയുടെയും ഭർത്താവായാലും 2 പേരുടെയും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാരൻസിനും ഇതിൽ നമുക്ക് അംഗമാകാം. അപ്പോൾ മൂന്നാമത് ഒരു കുട്ടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ഒരു 2 പേരെയാണ് നോർമലി ഇതിൽ പ്ലാനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഒരാളെയും കൂടി അതിൽ ആഡ് ചെയ്യുക, അതായത് മൂന്നാമതൊരു കുട്ടിയെയും കൂടി ഒരു അഡീഷണൽ പ്രീമിയം അടച്ചുകൊണ്ട് അവരെ എൻറോൾ ചെയ്യാവുന്നതാണ്. അതിന് പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി ഇൻഷുറൻസിൽ ഈ സ്കീമിൽ വരാൻ, അതായത് നോർക്ക കെയർ പ്ലസ് സ്കീമിൽ വരാൻ വേണ്ടിയിട്ട് 18 വയസ്സ് മുതൽ 80 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. എങ്കിലും ആ പ്ലാൻ എടുക്കുന്ന ആൾക്ക്, അതായത് നോർക്ക കാർഡുള്ള ഈ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് പ്രായപരിധി 18 വയസ്സിനും 70 വയസ്സിനും ഇടയ്ക്കായിരിക്കും. ഓക്കെ. ഗൾഫിലുള്ളവർക്ക് മാത്രമാണോ ഈ പദ്ധതിയിൽ അംഗമാകാൻ പറ്റുന്നത്? ഗൾഫിൽ ഉള്ളവർക്ക് മാത്രമല്ല, ഈ നോർക്ക കാർഡ് എടുത്തിട്ടുള്ള ഒരു വ്യക്തി അതിൻ്റെ കാലാവധി പരിധിക്കുള്ളിൽ, ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ ജോലി ചെയ്യുന്നയാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കവറേജ് കിട്ടും. അപ്പോൾ ഗൾഫിൽ മാത്രമല്ല വിദേശങ്ങളിൽ പിന്നെ അവർ വേറെ കേരളത്തിന് പുറത്താണ്, അതായത് നോർക്ക കാർഡുള്ള കേരളീയർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അവരിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും അവർക്ക് അതിൻ്റെ കവറേജ് കിട്ടും. ഓക്കെ. ഇന്ത്യയിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് യോജിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത് നമ്മളെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയായിട്ടാണ് ഇത് ടൈപ്പ് ആയിരിക്കുന്നത്. ഓക്കെ. പ്രധാനമായും എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഈ പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നത്? ഈ ഉപഭോക്താക്കൾക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരുത്തർക്ക് ഇൻഷുർ ചെയ്ത സമ്മേഷേർഡിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് കിട്ടും. അതിലൊന്ന് പറയുന്നത് 24 മണിക്കൂർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ. ഇൻപേഷ്യൻസ് മാത്രം. പക്ഷേ അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ്, അത് രണ്ടും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ പല ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിന് മുമ്പുള്ള ചിലവുകളും 30 ദിവസം വരെയുള്ളത് കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ചില ടെസ്റ്റുകൾ നടത്തുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ഒക്കെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് 30 ഡേയ്സ് മുൻപും 30 ഡേയ്സ് മുൻപും, അതാ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് കിട്ടും. പ്രത്യേകിച്ചും ഇൻഷുറൻസിൽ ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞത് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, ക്രോണിക് കണ്ടീഷൻസ്, കവറേജ് വരാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ പദ്ധതിയിൽ ക്രോണിക് കണ്ടീഷൻസും അതേപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസും കവറേജ് കിട്ടുമോ എന്നുള്ളതാണ് വലിയ ആകാംക്ഷ. ഇതിൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസും ക്രോണിക് കണ്ടീഷൻസും കവറേജ് വരുന്നുണ്ട്. പക്ഷേ ഡേ 1 മുതൽ കവറേജ് ഉണ്ട്. അതിന് വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഡേ കെയർ പോലെയുള്ള ഇപ്പം കീമോതെറാപ്പി അങ്ങനെയുള്ള ഡേ കെയർ ബെനിഫിറ്റ്സ് ഇതിൽ അലൗഡ് ആണ്. ഞാൻ മനസ്സിലാക്കിയത് ഓൾട്ടർനേറ്റ് മെഡിസിനും കൂടെ ഇതിൽ കവറേജ് കിട്ടുന്നുണ്ട് എന്നാണ്. അത് ശരിയാണോ?
അതിൽ നമ്മൾ അലോപ്പതി അല്ലാതെ ആണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അലോപ്പതി അല്ലാത്തത് ആയുഷ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ ഇതിന് വേണ്ടിയിട്ടും നമുക്ക് 50,000 രൂപ വരെ ഇതിൽ കവറേജ് ലഭിക്കുന്നതാണ്. പിന്നെ അത് കാറ്ററാക്റ്റിനാണെങ്കിൽ നമുക്ക് 30,000 രൂപയാണ് പ്രതിവർഷം ലഭിക്കുക. അത് റീഇംബേഴ്സ്മെന്റ് ബേസിസിലാണോ അതോ ക്യാഷ്ലെസ് ബേസിസിലാണോ ഉണ്ടാവുക? രണ്ടും ഉണ്ട്. നമ്മളെ പാനൽ ഹോസ്പിറ്റലിലാണെങ്കിൽ അതിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിരിക്കും. അല്ലാത്തത് നമുക്ക് മെഡിക്കൽ ബില്ല്, ഡിസ്ചാർജ് സമ്മറി ഇതെല്ലാം ഹാജരാക്കിയതിന് ശേഷം റീഇംബേഴ്സ്മെൻറ്റിന് ക്ലെയിം ചെയ്യാവുന്നതാണ്. എത്ര ഹോസ്പിറ്റലാണ് ഇന്ത്യയിൽ കവറേജ് ഉള്ളത്? പ്രത്യേകിച്ച് കേരളത്തിൽ എത്ര ഹോസ്പിറ്റലുകളുണ്ട്? ഈ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ 688 ഹോസ്പിറ്റലുകൾ നമ്മൾ കവേർഡാണ്. അപ്പം ഇന്ന് കേരളത്തിന് പുറത്താണെങ്കിൽ ഏതാണ്ട് 20,000-ഓളം ഹോസ്പിറ്റലും ഈ കവറേജ് ലഭിക്കുന്നുണ്ട്. അതായത് ക്യാഷ്ലെസ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ക്യാഷ്ലെസ് അല്ലാത്ത ഹോസ്പിറ്റൽ ഏതെങ്കിലും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ സമ്മൻഷേഡ് എത്രയാണ്? അതായത് എത്ര എമൗണ്ട് ആണ് ഒരു ചേർന്ന ആൾക്ക് കിട്ടുന്നത്? ഈ പദ്ധതിയിൽ ചേരാൻ മിനിമം 5 ലക്ഷമാണ് ഇതിൻ്റെ സമ്മർഷീഡ്. മാക്സിമം 1 കോടി വരെ നമുക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അത് ഓരോ സ്ലാബ് വൈസായാണ് ചെയ്യുക. ഇപ്പോൾ 5 ലക്ഷം, പിന്നെ അടുത്ത സ്ലാബ് 10 ലക്ഷം, പിന്നെ 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, പിന്നെ 50 ലക്ഷം, പിന്നെ 1 കോടി. അങ്ങനെയുള്ള സമ്മർഷീഡുകളായിട്ടാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ ചേരാൻ എത്രയാണ് അതിൻ്റെ ക്യാഷ് വരുന്നത് ഒരാൾക്ക്? ഇതിൽ നമുക്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2-3 അടിസ്ഥാനത്തിലാണ്. ഒന്ന്, അദ്ദേഹം ഈ നോർക്ക റൂട്ട് കാർഡുള്ള ആളാണ് സിംഗിൾ പോളിസി എടുക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പോസ് വെച്ചിട്ട് മാത്രം എടുക്കാം. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ആഡ് ചെയ്തിട്ട് എടുക്കാം. ചില കേസിൽ അവരെ പാരൻസിനെ ആഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇതിനൊക്കെ പ്രീമിയം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഒരാൾ വ്യക്തി മാത്രമാണ് ഇൻഷുറൻസ് എടുക്കുന്നതിന് ഇപ്പോൾ 5 ലക്ഷത്തിൻ്റെ കവറേജാണ് 8,101 രൂപ പ്രീമിയം വരുന്നത്. അപ്പോൾ അത് 1 കോടിയിലെത്തുമ്പോൾ സമയത്ത് ഏതാണ്ട് 29,000 വരെ എത്തുന്നുണ്ട്. ഓരോ സമ്മർഷീഡ് കൂടുന്നതിനനുസരിച്ച് 8 ലക്ഷം, 14 ലക്ഷം, 19 ലക്ഷം, 24 ലക്ഷം, ഇങ്ങനെ ഓരോ 5 ലക്ഷത്തിനും ഇങ്ങനെ കൂടി വരും. ഒരു 50 ലക്ഷത്തിന് എടുക്കുകയാണെങ്കിൽ 22 ലക്ഷം, 1 കോടിക്ക് എടുക്കുകയാണെങ്കിൽ 29 ലക്ഷം, അങ്ങനെ വരുന്നത്. ഇനി അതിൽ ഒരു സ്പോസിന് ആഡ് ചെയ്യാനാണെങ്കിൽ അത് 5 ലക്ഷത്തിന് 13,411 വരും. പിന്നെ 10 ലക്ഷത്തിനാണെങ്കിൽ 25,411. അങ്ങനെ വർദ്ധിച്ച് ഒരു 50 ലക്ഷം കൂടുന്നതിനനുസരിച്ച് ബെനിഫിറ്റ് സമ്മർഷീഡ് കൂടുന്നതിനനുസരിച്ച് അയാളുടെ പ്രീമിയം ഇങ്ങനെ വർദ്ധിക്കും. ഇപ്പോൾ 1 കോടിയുടേത് പിന്നെ കാർഡ് ഹോൾഡറും ഈ അദ്ദേഹത്തിൻ്റെ സ്പോസും കൂടിയാണ് എടുക്കുന്നതെങ്കിൽ ഏതാണ്ട് 51,000 രൂപ വരും. ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? നോർക്ക കെയർ പ്ലസിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ നോർക്ക കാർഡാണ് വേണ്ടത്. അതിൻ്റെ ID നോർക്ക കാർഡ് ID എന്ന് പറയും. നമുക്ക് ഇതിൽ പിന്നെ ഇപ്പോൾ സൈറ്റിലൊക്കെ പോയിട്ട് നോർക്ക ID എന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോർട്ടലിൽ കയറാൻ പറ്റും. ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് വേണം, നമ്മുടെ വിസ വേണം, ലേബർ ID വേണം, പിന്നെ എമിറേറ്റ്സ് ID, ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് ഒരു ഫോട്ടോ, സിഗ്നേച്ചറും ഇത് ആഡ് ചെയ്തതിന് ശേഷം അവർ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് ആ സൈറ്റിൽ തന്നെ കിട്ടും. ഈ കാർഡുള്ളവർക്ക് ഈ പോളിസി എടുക്കാം. ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ നമുക്ക് ഈ നോർക്ക കെയർ പ്ലസിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏത് പ്ലാനാണ് വേണ്ടത് ചോദിക്കും. 5 ലക്ഷത്തിൻ്റെ പ്ലാനാണോ 10 ലക്ഷത്തിൻ്റെ പ്ലാനാണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിന് വേണ്ട ചില ക്വസ്റ്റ്യനെയർ ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എൻറോൾ ചെയ്യാം. OP ഹോസ്പിറ്റൽ ഫെസിലിറ്റി കിട്ടുമോ? പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ OP കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ OP കവറേജ് നാട്ടിൽ കിട്ടുമോ? ഇല്ല, ഇതിൽ 24 hours അഡ്മിഷന് മാത്രമേ കിട്ടുള്ളൂ. ഡേ കെയർ പ്രൊസീജിയറിന് ഒരു എക്സംഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് പിന്നെ ഈ ഇപ്പോൾ കീമോതെറാപ്പി പോലെയുള്ള ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിന് നമുക്ക് ബാധകമല്ല. അല്ലാത്ത കേസിനൊക്കെ 24 hours ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാം. ചിലപ്പോൾ അതെന്തെങ്കിലും അമെൻമെന്റ് വരുമ്പോൾ ആ സമയത്ത് വരാം. അതെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ഈ പദ്ധതിയിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇതിൽ കവേർഡ് അല്ല. പക്ഷേ ഇതിൽ ന്യൂ ബോൺ ചൈൽഡ് കവറേജ് ഇതിൽ കിട്ടും.
ആ കുട്ടിക്ക് അതായത് ജനിക്കുന്ന കുട്ടിക്ക് പുതിയതായി ജനിക്കുന്ന കുട്ടിക്ക് ഉള്ള കവറേജ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്.